എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം, നമ്മളൊക്കെ ചർച്ചുകളിൽ പോകുന്നവരാണ്. അപ്പോൾ അവിടെ കർത്തൃമേശ നടക്കാറുണ്ട്. പെന്തക്കോസ്ത് ചർച്ചുകളിലാണെങ്കിൽ നമ്മളതിനെ കർത്തൃമേശ എന്ന് പറയും. അതുപോലെ തന്നെ ഇതര ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിലാണെങ്കിൽ അവർ കുർബാന സ്വീകരണം എന്നൊക്കെ പറയും. അങ്ങനെ ഓരോരുത്തരും അതിന് ഓരോ കാര്യങ്ങൾ പറയും, ഓരോ പേര് പറയും. പക്ഷേ സംഭവം എന്താണെന്ന് നമ്മൾക്കറിയാം അല്ലേ? അപ്പോൾ മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെല്ലാം വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ലോർഡ്സ് ലാസ്റ്റ് സപ്പർ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലോർഡ്സ് ടേബിൾ അല്ലെങ്കിൽ ലാസ്റ്റ് സപ്പറിനെ കുറിച്ച് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് കൊറിന്ത്യൻസ് അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 23 തൊട്ട് അങ്ങോട്ട് വായിച്ചു വരുമ്പോഴും നമ്മൾക്ക് അവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ കേൾപ്പിച്ചു തരുന്നതും എന്ന് വെച്ചാൽ പുള്ളി പറയുകയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കർത്താവിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് പ്രാപിച്ചെടുത്തതാണ്. അപ്പോൾ പൗലോസിൻ്റെ ചരിത്രം പറയുവാണെങ്കിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യൻ അല്ലേ? അതാണ് പൗലോസിനെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ. വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് ഞാൻ നിഗളിച്ചു പോകുമോ എന്ന് വിചാരിച്ച് ദൈവം എൻ്റെ ശരീരത്തിലൊരു ശൂലം തന്നിരിക്കുന്നു എന്നൊക്കെ പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതേ പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഞാൻ ദൈവത്തിൽ നിന്നും പ്രാപിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നത്. അതെന്താണ്? യേശുക്രിസ്തുവിൻ്റെ ഈ അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ, അപ്പം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇനി രക്തം എന്ന് പറയുന്നതും വീഞ്ഞ് അല്ലേ? നമ്മൾ വീഞ്ഞാണ്, അല്ലെങ്കിൽ മുന്തിരിച്ചാറ്. ഇതെന്താണ്? അത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ പ്രതിനിധാനം ചെയ്യുന്നു. എന്നാൽ അവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചിരിക്കുകയാണ്. എന്താണ്? അതൊരു പുതിയ നിയമമാണ്. ഏത്? യേശുക്രിസ്തുവിൻ്റെ രക്തം എന്ന് പറയുന്നതും ഒരു പുതിയ നിയമമാണ്. എന്തിനുള്ള പുതിയ നിയമമാണ്? നമ്മൾക്കറിയാം, നമ്മളുടെ പാപങ്ങൾ അല്ലേ? പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഒരിക്കലായിട്ട് നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നതല്ലേ? അപ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ ആ ഒരു ഓർമ്മ നമ്മൾ അനുനിമിഷം എന്താ പറയുക, ചർച്ചകളിൽ നമ്മളിങ്ങനെ അത് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾക്കറിയാം അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ്, പലരും ഇന്ന് ഇതിന് വേണ്ടുന്നത്ര ഗൗരവം അങ്ങ് കൊടുക്കുന്നില്ല. നമ്മൾക്ക് പലപ്പോഴും അങ്ങനെയാണല്ലേ? നമ്മൾ ഒത്തിരി അതിനകത്ത് എക്സ്പീരിയൻസ് അല്ലേ? ഒരു കാര്യം നമ്മൾ തുടരെ ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്താകും? അതിനോടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾക്കങ്ങ് നഷ്ടപ്പെടും. എന്നാൽ ഇന്ന് സഭകളിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതിനോടുള്ള ഇമ്പോർട്ടൻസ് അങ്ങ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളിലൊക്കെ അവരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴറിയാമല്ലേ? അവർ ഭയങ്കര ഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ അവർ പങ്കുചേരത്തുള്ളൂ അല്ലേ? കർത്തൃമേശയിൽ പങ്കുചേരത്തുള്ളൂ. അപ്പോൾ അവർ ഫാസ്റ്റിംഗ് ഒക്കെ ഇരുന്നേ അതിൻ്റെ മുൻപിലോട്ട് വരത്തുള്ളൂ. ഇന്നും പല സഭകളിലും അങ്ങനെയാണ്. ഒരു 3 days ഫാസ്റ്റിംഗ് ഒക്കെ ഇരുന്നതിന് ശേഷമേ കർത്തൃമേശ നടക്കാറുള്ളൂ. അങ്ങനെ കുറേ സഭകളുണ്ട്. പിന്നെ ചില സഭകളിലൊക്കെ എല്ലാ സൺഡേയും ഉണ്ട്. അവർ പറയുന്നത് നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ. അതിനെയൊന്നും ഖണ്ഡിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. അതൊക്കെ ദൈവം അവർക്ക് കൊടുത്ത കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് മുൻപോട്ട് പോകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ടോപ്പിക്ക്, നമ്മൾ പ്രാധാന്യം ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ വേണ്ടുന്നത്ര സീരിയസ്നെസ് ഇല്ലാതെ ഇന്ന് ഇതിൻ്റെ മുൻപിൽ കരം നീട്ടുന്നവരുമുണ്ട്, അത് കൊടുക്കുന്നവരുമുണ്ട്. അത് പാസ്റ്റർമാരാണെങ്കിലും ശരി, അച്ഛന്മാരാണെങ്കിലും ശരി, വിശ്വാസികളാണെങ്കിലും ശരി. ഇത് കൊടുക്കുന്നവരും മേടിക്കുന്നവരും എന്താണ്? ഇതിൽ പങ്കുകൊള്ളുന്നവരും എന്താണ്? വേണ്ടുന്നത്ര ഒരു പ്രാധാന്യം ഇതിന് കൊടുക്കാറില്ല. നമ്മൾക്കറിയാം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അല്ലെങ്കിൽ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊന്നും ഇതിനകത്ത് നിന്ന് മാറി നിൽക്കുവാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്? അത് മറ്റൊരാൾ കാണും അല്ലേ? വേറെ ആൾക്കാർ കാണും. പ്രത്യേകിച്ച് പാസ്റ്റർമാർക്കും അച്ഛന്മാർക്കും എന്ത് സംഭവിച്ചാലും അവർക്ക് മാറിയിരിക്കാനായിട്ട് പറ്റത്തില്ല. അവരതിനകത്ത് പങ്കുകൊള്ളുക തന്നെ ചെയ്യും. അതുപോലെ വിശ്വാസികളും. എന്നാൽ കുറേ വിശ്വാസികളുണ്ട്, മാറിയിരിക്കുന്നവരുണ്ട്. എന്നാൽ ചിലർ മാറിയിരിക്കത്തില്ല. ചിലരെന്ത് ചെയ്യും? അയ്യോ, ആൾക്കാരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് ഇന്ന് കർത്തൃമേശയിൽ കരം നീട്ടുന്ന ഒരുപാട് പേരുണ്ട്. ഇല്ല എന്ന് നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ സമ്മതിച്ച് തരത്തില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഓർക്കുക, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടതില്ല. കാരണം പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇതെന്താണ്? ഇത് നമ്മളെ തന്നെ ശോധന ചെയ്യണം. വേറൊരാൾ ശോധന ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത്. വേറൊരാളല്ല ശോധന ചെയ്യേണ്ടത്. ആര് ശോധന ചെയ്യണം? നമ്മൾ തന്നെ ശോധന ചെയ്യണം. കാരണം എന്താണ്? നമ്മൾക്കറിയാം നമ്മൾ എതിലേ കൂടെയൊക്കെ പോയിട്ടാണ് വന്നിരിക്കുന്നതെന്നല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, എതിലേ പോയിട്ടാണ് വന്നിരിക്കുന്നതെന്നൊക്കെ നമ്മൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ തന്നെ ശോധന ചെയ്യണമെന്നാണ് അവിടെ പൗലോസ് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ചിലർ
ചിലർ രോഗികളാകും, ചിലരെന്ത് സംഭവിക്കും, ചിലർ നിദ്ര കൊള്ളും, എന്ന് വെച്ചാൽ മരണപ്പെട്ടു പോകുവാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, ഒരു ഭാഗത്തും രോഗികളാകും, ഒരു ഭാഗത്ത് എന്താണ് മരണപ്പെട്ടു പോകും എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുഭാഗത്ത് സംഭവിക്കുന്ന മറ്റൊരു സത്യം കൂടെ അതിനകത്തുണ്ട്. എന്താണ്? രോഗികളാകുമെങ്കിൽ നമ്മളത് യോഗ്യതയോടെ ഭക്ഷിച്ചു കഴിയുമ്പോൾ നമ്മളിൽ രോഗസൗഖ്യം സംഭവിക്കും, അല്ലേ? ഇനി രണ്ടാമത് എന്താണ്? നമ്മളിൽ അത് ജീവനായിട്ട്, അല്ലെ, യോഗ്യതയോടെയാണ് നമ്മൾ ഭക്ഷിക്കുന്നതെങ്കിൽ അത് നമ്മളിൽ ജീവനായിട്ട് വ്യാപരിക്കുവാനുമായിട്ടും ഇടയാകുമെന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാനൊരു ദൈവദാസൻ്റെ ഒരു പാസ്റ്ററുടെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റ് എന്തോ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം കർത്തൃമേശ എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനകത്തുനിന്ന് സൗഖ്യം കിട്ടി. അദ്ദേഹത്തിനൊരു സൗഖ്യം കിട്ടിയ ഒരു കഥ ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപേ കേൾക്കുവാനായിട്ട്, കഥയല്ല, ഒരു സംഭവം ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപേ കേൾക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ഇത് ചുമ്മാ പറയുന്നതല്ല, ഇതിനകത്ത് വാസ്തവമുള്ളതാണ്. ഓർക്കുക, ഇന്ന് പലപ്പോഴും പെന്തക്കോസ്തുകാർ പലർ എല്ലാവരുടെയും ചരിത്രമല്ല ഞാൻ പറയുന്നത്, കുറച്ച് പേരുടെ ചരിത്രം മാത്രമാണ് പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം കഴിഞ്ഞ ദിവസം ഒരു ദേവദാസം വന്നിട്ട് എല്ലാവരെയും എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കമൻറ്റ് കൊടുത്തു, ഞാൻ എല്ലാവരെയും അല്ല പറഞ്ഞത്, കുറച്ച് പേരെയാണ് ഞാൻ എന്താ പറയുക പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് പേരെയാണ് ഞാൻ പറയുന്നത്, എല്ലാവരെയും അല്ല. അപ്പോൾ നമ്മൾക്കറിയാം കുറേ പേരിന്ന് രോഗികളാണല്ലേ. അപ്പോൾ പലർക്കും എന്താണ്, ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത ചില രോഗങ്ങളുടെ പിടികളിലൊക്കെ ചിലരെ അകപ്പെട്ടിട്ടുണ്ട്. ഞാൻ വലിയ ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങളെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്, അല്ലാതെ നമ്മൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത വിധത്തിൽ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെയൊക്കെ പിന്നിലത്തെ കാരണം ഇതായിരിക്കും, നമ്മൾ യോഗ്യതയില്ലാതെ അയോഗ്യമായിട്ട് പോയിട്ട് കർത്തൃമേശയിൽ പങ്കുകൊണ്ടതായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, നമ്മൾ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പം യോഗ്യതയോടുകൂടി മാത്രം പങ്കെടുക്കുവാനും യോഗ്യതയോടെ കൊടുക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണ്? അല്ലെങ്കിൽ അതെന്തായി തീരും? അത് ഭൂതങ്ങളുടെ മേശയായി തീരും. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾക്കറിയാം, അല്ലെ? യേശുക്രിസ്തു അന്ത്യത്താഴ സമയത്ത് യേശുക്രിസ്തു ആദ്യം അപ്പം മുക്കി കൊടുത്തത് ആർക്കാ? യൂദായിക്കാണ് കൊടുത്തത്, അല്ലേ? പുള്ളി എന്താ ചെയ്തത്? പുള്ളി അപ്പം തന്നെ എഴുന്നേറ്റ് പോയിട്ട് യേശുക്രിസ്തുവിന് ഒറ്റി കൊടുക്കുവാനായിട്ടിടയായി. അതിന് മുൻപ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? അവനിൽ എന്ത് കയറി? പിശാച് കയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് ഭൂതങ്ങളുടെ മേശ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ യോഗ്യതയോടെ അല്ല ഭക്ഷിക്കുന്നതെങ്കിൽ ഇത് നമ്മളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് പിശാച് അതിൻ്റെ കൂട്ടത്തിൽ കയറുവാനായിട്ട് ഇടയാകും. അപ്പോൾ അതുകൊണ്ട് അത് ഭൂതങ്ങളുടെ മേശയായിട്ട് മാറും. അത് നമ്മളിൽ വരുന്ന കാര്യമാണ് പറഞ്ഞത്. അതായത് യോഗ്യതയില്ലാത്ത വ്യക്തി അത് ഭക്ഷിക്കുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? യൂദ എന്ത് ചെയ്തു? യൂദ പോയിട്ട് യേശുക്രിസ്തുവിന് ഒറ്റി കൊടുത്തു. എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലേ? പുള്ളിക്കൊരു വീണ്ടെടുപ്പ് പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. പുള്ളി പോയിട്ട് തൂങ്ങിച്ചാകുവാനായിട്ട് ഇടയായി എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ ഓർക്കുക, അതുകൊണ്ട് നമ്മൾ യോഗ്യതയോടുകൂടി ഇത് ഭക്ഷിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തിരിക്കുന്ന അമ്മാമ്മ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന അച്ചായൻ പോയി കൈ നീട്ടുന്നത് കൊണ്ട് നമ്മൾ പോയി കൈ നീട്ടരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പരിശോധിക്കുക. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, പാപങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ചില സഭകളിലൊക്കെ മാസത്തിലൊന്ന് നടക്കുമ്പോൾ ഒരു 3 ദിവസമൊക്കെ ഉപവാസം ഇരുന്നിട്ട് പോകുവാനുള്ള കാരണം എന്താണ്? അവർക്കറിയാം മനുഷ്യന്മാരാരാണ്, മനുഷ്യന്മാർ പാപം ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊരു മനസാന്തരം അവർക്ക് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾക്കറിയാം. ഇനി ചിലരുണ്ട്, അല്ലെ, നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടു, ഒരു ചർച്ചിൻ്റെ അകത്ത് കർത്തൃമേശയുടെ സമയത്ത്, അല്ലെ, ഒരു പെന്തക്കോസ്ത സഭയ്ക്കകത്ത്, IPCയുടെ ഒരു പെന്തക്കോസ്ത സഭയ്ക്കകത്ത് എന്ത് നടന്നിരിക്കുകയാണ്? കർത്തൃമേശയുടെ സമയത്ത് അടി നടന്നിരിക്കുകയാണ്. അവിടെ ആരാണ്? പാസ്റ്റർ. അവിടെ എന്തായിരുന്നു? പാസ്റ്റർ അവിടെ ഒരു മണൽ കടത്താനൊക്കെ പോയിട്ട് അങ്ങനെ കുറേ കള്ളത്തരങ്ങൾ കാണിച്ചത് ഒരു വിശ്വാസി അത് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ വിശ്വാസിക്കെതിരെ ആണ് അവിടെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തത്. അന്നാരവും എവിടെയാണ് നിന്നത്? ഇത്രയും കള്ളത്തരവും കാണിച്ചിട്ട് പുള്ളി അവിടെ നിൽക്കുകയാണ്. ഏതിൻ്റെ മുൻപിലാണ്? കർത്തൃമേശയുടെ മുൻപിലാണ് നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ അകത്തൊക്കെ എന്താ വ്യാപരിക്കുന്നതെന്ന് നമ്മൾക്കറിയാം. ഇന്ന് പലരും ഉണ്ട് അങ്ങനെ. എന്താണ്? സ്വന്തം പാപങ്ങളെ ഓർമ്മിക്കാതെ അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം കൊടുക്കാതെ ഇത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതൊരു ആസ് യൂഷ്വൽ അങ്ങനെ ചെയ്തു പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ. എന്താ പറയുക, മറ്റുള്ളവരുടെ പക, വിദ്വേഷം, പിണക്കം, വെറുപ്പ്, ഇതെല്ലാം ആനപ്പകയൊക്കെ മനസ്സിൽ വെച്ചിട്ട് കർത്തൃമേശ കൊടുക്കുകയും ചെയ്യും, അത് പോയിട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഓർക്കുക, നമ്മളെ ശോധന ചെയ്യണം. നമ്മൾ ഇനിയുള്ള സമയങ്ങളിലെങ്കിലും നമ്മളൊന്ന് ശോധന ചെയ്യുക. നമ്മൾ എല്ലാവരും എടുക്കുന്നത് കണ്ടിട്ട് പോയിട്ട് എടുക്കണ്ട. നമ്മളിൽ അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് നോക്കി നമ്മൾ പരിശോധിച്ചിട്ട് നമ്മൾക്ക് പറ്റുന്നില്ലേ ഇനി, അല്ലേ? നമ്മൾക്കറിയാം, ഒരാളോടൊക്കെ നമ്മൾക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ചില പ്രത്യേകം തരം എന്ന് വെച്ചാൽ നമ്മളെ ഒത്തിരി വേദനിപ്പിച്ച വ്യക്തികളോടൊന്നും അത്ര പെട്ടെന്നൊന്നും നമുക്ക് ക്ഷമിക്കുവാനായിട്ട് പറ്റത്തില്ല. അതിന് കുറച്ച് സമയം നമ്മൾക്ക് വേണം. ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് സമയം നമ്മൾക്ക് വേണം. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ അതിനുള്ള ടൈം എടുത്ത്
ആ ഒരു വിടുതൽ നമ്മളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കുവാൻ നമ്മൾക്ക് സാധിച്ചു കഴിയുമ്പോൾ മാത്രം നമ്മൾ പോയിട്ട് കർത്തൃമേശ എടുക്കുക. അതുപോലെ ഓരോ കാര്യങ്ങളും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അങ്ങനെ പോയിട്ട് കർത്തൃമേശ എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരാൾ പോകുന്നത് കണ്ടുകൊണ്ട് പോകണ്ട. നമ്മൾക്ക് എടുക്കുവാനുള്ള യോഗ്യത ഇല്ല എന്ന് നമ്മളുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്നോളുക. നമ്മൾ മറ്റുള്ളവരെ ആരെയും നോക്കണ്ട. ചിലപ്പോൾ ചിലർക്ക് തോന്നും, അയ്യോ ഞാൻ എടുത്തില്ലെങ്കിൽ ഞാൻ കൊടും പാപിയാണെന്നും അടുത്തിരുന്നവരെ വിചാരിക്കൂ, അല്ലെങ്കിൽ അടുത്തിരുന്നവൾ വിചാരിക്കൂ, അടുത്തിരുന്നവൻ വിചാരിക്കൂ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് പോയിട്ട് കർത്തൃമേശയ്ക്ക് കൈ നീട്ടുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് എന്താ പറയുക, പറ്റുമെങ്കിൽ നമ്മൾക്കതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പോയാൽ മതി. മറ്റുള്ളവരെ നമ്മൾ കാണിക്കേണ്ട. ഓർക്കുക, പകുതി എണ്ണവും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ചുമ്മാ പോയിട്ട് കൈ നീട്ടും, ഒരു യോഗ്യതയും ഇല്ലാതെ ചുമ്മാ പോയിട്ട് കൈ നീട്ടും. പിന്നെ കൊടുക്കുന്ന പാസ്റ്റർമാരിലും ഇതേ തന്നെ അവസ്ഥ. ഒരു യോഗ്യത ഇല്ലെങ്കിലും ചുമ്മാ എടുത്തങ്ങ് ഇതിൻ്റെ മുൻപിൽ അങ്ങ് നിൽക്കും. ഓർക്കുക, അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവർ രോഗികളായിത്തീരും. നിദ്ര കൊള്ളുന്നത് എന്ന് വെച്ചാൽ ആയുസ്സെത്താതെ മരിക്കുന്ന സിറ്റുവേഷൻ വരും. അല്ലെങ്കിൽ അയോഗ്യ മരണങ്ങൾ, ഇതെല്ലാം ആയുസ്സെത്താതെ മരിക്കുന്ന അയോഗ്യ മരണങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ പരിണിത ഫലമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ ഒരു ഘടകം മാത്രമായിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കും. അങ്ങനെ ഓർക്കുക, നമ്മൾ ഈ കർത്തൃമേശ കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്നവർക്ക് അതിലൂടെ ഒരു പിശാച് ഉള്ളിലോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും വിട്ടുപോകത്തില്ല കേട്ടോ. അത് വിട്ടുപോകത്തില്ലെന്നല്ല, അത് വിട്ടുപോകാൻ ഒത്തിരി പ്രയാസമാണ്. കാരണം എനിക്കറിയാം, ഒരു സ്ഥലത്ത് ഒരു വ്യക്തിയിൽ നിന്ന് പിശാച് വിട്ടുപോകുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ആ പിശാച് അവിടെ അവകാശം പറയുകയാണ്. അവകാശം പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഞാൻ കർത്തൃമേശ എടുക്കുന്ന പിശാച, ഞാൻ കർത്തൃമേശ കൊടുക്കുന്ന പിശാച എന്ന് പറഞ്ഞിട്ട് ഇത് വിട്ടുപോകത്തില്ല. അവകാശം പറഞ്ഞു നിൽക്കും. അതുകൊണ്ട് ഓർക്കുക, ഈ ഇതിലൂടെ കർത്തൃമേശയിലൂടെ അത് കൊടുക്കുന്നവരാണെങ്കിലും എടുക്കുന്നവരാണെങ്കിലും ഇങ്ങനെ ഒരു പിശാച് ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്താക്കാൻ ഭയങ്കര പെടാപ്പാട് പെടേണ്ടി വരും. അതുകൊണ്ട് അത് പോവുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ വഴിയെ കൂടെ പോകുന്നതിനെ പിടിച്ച് നമ്മുടെ ഉള്ളിലോട്ട് കയറ്റുവാനുള്ള ഒരവസരം നമ്മൾ ഒരുക്കി കൊടുക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഭയങ്കര ഭക്തിയോടെ, ഭയങ്കര ശ്രദ്ധയോടെ, ഭയങ്കര ഭയത്തോടെ വേണം നമ്മൾ കർത്തൃമേശയ്ക്ക് കൈ നീട്ടുവാൻ, അതിൽ പങ്കുകൊള്ളുവാൻ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇല്ല എങ്കിൽ നമ്മളതിന് യോഗ്യത പ്രാപിച്ചിട്ട് നെക്സ്റ്റ് ടൈം വന്ന് എടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക. കാരണം വേറെ മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല നമ്മൾക്ക് വേണ്ടുന്നത്, സ്വർഗമാണ് നോക്കുന്നത്. ആ സ്വർഗത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമ്മൾക്ക് വേണ്ടുന്നത്. പാസ്റ്ററിനെ ബോധിപ്പിക്കാനോ നാട്ടുകാരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ പാസ്റ്റർ വിശ്വാസികളെ ബോധിപ്പിക്കാനോ ഒന്നും പോയിട്ട് ചെയ്യേണ്ട പരിപാടിയല്ല ഇത്. അതുകൊണ്ട് ഇതിൻ്റെ സീരിയസ്നെസ് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഭയങ്കരമായിട്ടൊരു സംഭവമാണെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഇതാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഓർമ്മയാണ് നടക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ദൈവം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, യേശുക്രിസ്തു പറഞ്ഞു തന്നിട്ടുണ്ട്, പൗലോസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരുമ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരു തീരുമാനമെടുക്കുക. കാരണം ഈ രക്ഷ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണല്ലേ, ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് തീരുമാനമെടുക്കുക. കർത്തൃമേശയുടെ മുൻപിൽ ഇതുവരെ നമ്മൾ ഒരു വലിയ സീരിയസ്നെസ് അല്ലാതെയാണ് പോയതെങ്കിൽ, ദൈവമേ ഇനി മുതലൊരു സീരിയസോടെ അതിനെ കാണുവാൻ, അതിന് ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി അതിനകത്തൊന്ന് പങ്കുചേരുവാൻ എനിക്കൊന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾക്കൊന്ന് ഒരുങ്ങാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് എന്താണ് ഫാസ്റ്റിങ്ങോടെയൊക്കെ പോയിട്ട് നമ്മൾക്കൊരു 3 ദിവസമൊക്കെ ഫാസ്റ്റിംഗ് ഇരുന്ന് പോയിട്ട്, അങ്ങനെ അത് നിയമമൊന്നുമല്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ വന്നിട്ട് അടുത്ത് കമൻറ്റ് ഇടരുത് അങ്ങനെ എവിടെയാണ് നിയമം ഉള്ളതെന്നൊന്ന് ചോദിക്കണം. അങ്ങനത്തെ നിയമം ഉണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അത് നമ്മളുടെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മളൊന്ന് ദൈവസന്നിധിയിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, നമ്മൾക്കൊന്ന് ഒരുങ്ങാൻ അല്ലേ, നമ്മൾക്കൊന്ന് കൂടുതൽ ദൈവത്തൊന്ന് അടുക്കാൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഫാസ്റ്റിംഗ് എന്തിനാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തോട് കൂടുതലൊന്ന് അടുക്കുവാൻ വേണ്ടിയിട്ട്, നമ്മളെ ഒന്ന് മനസ്സിലാക്കുവാൻ, ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാനൊക്കെ ഒരു ഫാസ്റ്റിങ്ങോടെ പോയി നമ്മൾ കർത്തൃമേശയിൽ പങ്കുകൊണ്ടാൽ അത് കൂടുതലൊരു അനുഗ്രഹമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓർക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. വേറൊരാളെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വേറൊരാളെ കാണിക്കാൻ അല്ലെങ്കിൽ എല്ലാവരും എടുക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ പോയിട്ട് എടുക്കരുത്. അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുവാൻ നമ്മൾ ഒരിക്കലും ഇടവരുത്തരുത്. അത് പാസ്റ്ററാണെങ്കിലും വിശ്വാസിയാണെങ്കിലും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.